ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓസ്ട്രിയയിൽ നിന്നാണ് ലോഡ്. ഓസ്ട്രിയയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിനാണ് ലോഡ്. അപ്പോൾ സമയം ഒരു 9:30 ആയി. അപ്പം ഇച്ചിരി സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ഇന്ന് രാവിലെയാണ് ഓർഡർ കിട്ടിയത്. നേരെ കമ്പനിയിലേക്ക് പോവുകയാണ്. ഇതാണ് ലോഡ് എന്നൊന്നും അറിയില്ല, അവിടെ ചെന്നാലേ അറിയൂ. ഈ കമ്പനിയിലെത്തി. ഇതൊരു മലയുടെ മുകളിലായിരുന്നു കമ്പനി. ഇവിടെ വന്നു, മൊത്തം ഫുള്ള് സ്നോ വീണ് കിടക്കുക. മുകളിൽ തടി വെച്ചുണ്ടാക്കിയ കുറേ ചെറിയ ചെറിയ ഷെഡുകൾ കാണാം ടോപ്പിലായിട്ട്. ഇത് ഒരു വലിയൊരു മലയാണ്. മലയുടെ മുകളിലായിട്ടാണ് കമ്പനി. ഫുള്ള് സ്നോ വീണിട്ട് അപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങ് ദൂരെയായിട്ട് കേബിൾ കാർ പോകുന്നത് കാണാം. ഈ ഒരു ടൈം ആകുമ്പോൾ സ്നോ ഒക്കെ വീണ് കഴിയുമ്പോഴത്തേന് ഇവിടെ മിക്കവാറുള്ളിടത്തെല്ലാം ഇങ്ങനെ കാണാം കേബിൾ കാർ. അത് ആ മലയുടെ ടോപ്പിലേക്ക് പോകുന്നതാണ്. ഇതാണ് നമ്മൾ വന്ന റോഡ്. ഇതൊരു വലിയൊരു മലയാണ്. അതിൻ്റെ മലയുടെ ടോപ്പിലാണ് ഈ കമ്പനി ഇരിക്കുന്നത്. ഇതിലെ ഈ റോഡെയാണ് നമ്മൾ കയറി വന്നത്. ഇതാണ് കമ്പനി. കാണുന്നതാണ് കമ്പനി. ഇവിടുന്ന് തടിയാണ് കയറുന്നത്. തടി കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഒരു തടി കമ്പനിയാണിത്. അപ്പം രണ്ട് സൈഡ് ടാർപ്പൊക്കെ മാറ്റിയിട്ട് കർട്ടനാണ്. രണ്ട് സൈഡ് കർട്ടൻ അഴിക്കണം. കർട്ടനെല്ലാം അഴിച്ചു. ബെൽറ്റെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഫുള്ള് ബെൽറ്റൊക്കെ അടിച്ചിട്ടാണ് പോകേണ്ടത്. ബെൽറ്റും എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ലോഡ് കയറ്റാൻ തുടങ്ങി. ലോഡ് തടിയാണ്. ഇത് തടി അറുത്തിട്ട് നമുക്ക് വീടൊക്കെ പലക അടിക്കുന്ന ടൈപ്പ് ഇതാണ്, പലകയാണ്. അത് ഫുള്ള് കവർ ചെയ്ത് അടുക്കിയിട്ട് ഫുള്ള് കറുത്ത ഇത് വെച്ചിട്ട് കവർ ചെയ്തതാണ്. അതങ്ങനെ ഓരോരോ പീസായിട്ട് ആണ് കയറ്റുന്നത്. അപ്പം അത് കയറ്റുന്ന ഒരു പ്രത്യേകതരം ഫോർക്ക് ലിഫ്റ്റാണ് സംഭവം. അതിങ്ങനെ കയറ്റി തുടങ്ങി. മൊത്തത്തിലൊരു 23 ടണ്ണാണ്. രണ്ട് സൈഡിലായിട്ടാണ് വണ്ടി നിന്ന് കയറ്റുന്നത്. ഇങ്ങനെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ള് ബെൽറ്റ് അടിച്ച് ഫുള്ള് നല്ല പക്ക ഇതായിട്ട്. ഒന്നാമത് ടണ്ണേജ് ഉണ്ട്, പിന്നെ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ പ്രത്യേകം നോക്കും. ഭയങ്കര സേഫായിട്ടാണോ കൊണ്ടുപോകുന്നതെന്നൊക്കെ. വേണ്ട ബെൽറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ബെൽറ്റെല്ലാം ഇട്ട് ഇനി അപ്പുറത്ത് മെഷീൻ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഫുള്ള് റെഡിയാക്കണമല്ലോ. നമ്മുടെ ലോഡെല്ലാം റെഡിയായി, എല്ലാം ഓക്കെ ആയി. ബില്ലെല്ലാം കിട്ടി. ഇനി പതിയെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വളരെ ചെറിയ വഴിയാണ്. നമ്മുടെ വണ്ടി മാത്രം പോകാവുന്നൊരു വഴിയാണ്. അപ്പം പതിയെ ഇറങ്ങി വരുവാണ്. നമുക്ക് ഫുള്ള് സ്നോ വീണ് കിടക്കുന്നതുകൊണ്ട് സ്ലിപ്പാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ പതിയാണ് ഇറങ്ങി വരുന്നത്.
അങ്ങനെ നമ്മൾ ആ മലയിൽ നിന്ന് താഴെ എത്തി. മലയുടെ താഴെ ഭാഗത്തെത്തി. ഇവിടെ നിന്ന് ഇനിയും റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഫുള്ള് സ്നോ ഒക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ ഒടിച്ചെടുക്കാനും പറ്റില്ല. ഒടിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിൽ വണ്ടി തെന്നി മാറും. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം, ചെറിയൊരു പാലമാണ്, ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ എടുക്കാൻ പറ്റിയില്ല, വണ്ടി കറക്റ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ റിവേഴ്സ് വന്നിട്ട് അതിമൂലം വീണ്ടും പോവാണ്. നമ്മൾ ഓവറായിട്ട് വണ്ടി ഒടിഞ്ഞ് നിന്നാലും ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിൽ ആ ഭാഗത്തേക്ക് തെന്നി മാറും. വണ്ടി വേറെ ചുറ്റിയിട്ട് വളരെ ചെറിയൊരു പാലമാണ്. അത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ തന്നെ രണ്ട് സൈഡും നൂല് കനത്തിലാണ് വരുന്നത്. വളരെ പതിയെ, ഒന്നാമത് ഇങ്ങനെ മഞ്ഞും കൂടെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ നോക്കിയിട്ട് എടുക്കണം, രണ്ട് സൈഡും നോക്കി അങ്ങനെ എടുക്കും. അപ്പം രണ്ടാമതെടുത്ത് എന്തായാലും വലിയ കുഴപ്പമില്ല, വണ്ടി കയറി പോകും. അങ്ങനെ പാലമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു വഴിയാണ് അത്. അതിലാണെങ്കിൽ മഞ്ഞ് മാറ്റിയിട്ടുമില്ല. അപ്പോൾ വണ്ടികൾ ഇതിൽ വല്ലപ്പോഴും ഓരോ വണ്ടികളെ വരാറുള്ളൂ. അപ്പം വണ്ടികൾ പോയ പാത മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കയറി, ഹൈവേയിൽ കയറി. ഹൈവേയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും മഞ്ഞ് നന്നായിട്ട് വീണ് കിടക്കുന്നുണ്ട്. റോഡിലുള്ള മഞ്ഞെല്ലാം മാറ്റി.
ഇവിടെ ഈ ടൗൺ ഏരിയകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അത് മിക്കവാറും ഉള്ളിടത്തെല്ലാം 50 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും 50 കിലോമീറ്റർ കീപ്പ് ചെയ്ത് പോവുക. പിന്നെ മിക്കവാറും ഉള്ളിടത്ത് ചിലയിടത്ത് ക്യാമറ കാണും. അതിൽ മേളിൽ പോയാൽ ക്യാമറ അടിക്കും, ഫൈൻ വരും. അപ്പം എല്ലായിടത്തും സ്പീഡ് മെൻഷൻ ചെയ്ത് വെക്കും. അപ്പം നമ്മളത് കീപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഫൈനലി നമ്മൾ കമ്പനിയിലെത്തി, ബില്ലെല്ലാം കൊടുത്തു. അപ്പോൾ വന്ന ടൈമിൽ അവർ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞു അവർ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ പീസായിട്ടാണ് ഇറക്കുന്നത്. ഫുള്ള് 2 സൈഡിലെല്ലാം ബെൽറ്റെല്ലാം മാറ്റി, കർട്ടനെല്ലാം മാറ്റി, ബെൽറ്റെല്ലാം മാറ്റി കൊടുത്തു. അങ്ങനെ അവർ ലോഡ് ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു, പേപ്പറെല്ലാം കിട്ടി. ഇനിയും അടുത്ത ലോഡ് എടുക്കാൻ ലോഡിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് തന്നെ തിരിച്ച് ലോഡ് ജർമ്മനിക്കാണ്.